സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിയിൽ പരിഹാരം കാണാത്ത UDF സർക്കാരിനെതിരെ CPIMന്റെ പ്രതിഷേധം. എല്ലായിടത്തും വീടുകളിലും പൊതുസ്ഥലങ്ങളിലും മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ AKG സെന്ററിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കമലേഷ് കൂടി ചേരുന്നുണ്ട്. കമലേഷ്, ഈ അപ്രഖ്യാപിത പവർ കട്ടിലാണ് ഈ ശക്തമായ പ്രതിഷേധവുമായി CPIM എത്തിയിരിക്കുന്നത്. മെഴുകുതിരി കത്തിച്ച് ഇതിനെതിരെ പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ AKG സെന്ററിൽ ഇപ്പോൾ നേതാക്കൾ മെഴുകുതിരി കത്തിച്ച് ഈ പവർ കട്ടിനെതിരെ പ്രതിഷേധിക്കുകയാണ്. വിവരങ്ങൾ. അവന്തിക, തീർച്ചയായും CPIMന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് ഇന്ന് സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലൊരു മെഴുകുതിരി കത്തിച്ച് ഉള്ള ഒരു പ്രതിഷേധം നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് AKG സെൻറ്ററിലും 7 മണിയോടുകൂടി മെഴുകുതിരി കത്തിച്ച് നേതാക്കൾ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനാണ് AKG സെൻറ്ററിൽ മെഴുകുതിരി കത്തിച്ചുള്ള ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. മറ്റിടങ്ങളിലെല്ലാം തന്നെ സംസ്ഥാന വ്യാപകമായി ലോക്കൽ കേന്ദ്രങ്ങളിലും ബ്രാഞ്ചുകളിലും അതുപോലെ വീടുകളിലും പാർട്ടി ബന്ധുക്കളുടെയും പാർട്ടി അനുഭാവികളുടെയും പാർട്ടി അംഗങ്ങളുടെയും ഒക്കെ വീടുകളിലുമെല്ലാം തന്നെ ഇത്തരത്തിൽ മെഴുകുതിരി കത്തിച്ചുള്ള പ്രതിഷേധമാണ് നിലവിൽ ഒരേ സമയം ഈ 7 മണിക്ക് അരങ്ങേറുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ സംസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഒരു വൈദ്യുതി പ്രതിസന്ധി അത് മനുഷ്യനിർമ്മിതമായ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളുടെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ് എന്ന നിലപാടാണ് CPIMനുള്ളത്. അത്തരത്തിലുള്ള വിമർശനമാണ് CPIMന്റെ ഭാഗത്തു നിന്നും നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ, അതായത് ഇതിൽ ക്രിയാത്മകമായ ഒരു ഇടപെടൽ കഴിഞ്ഞ സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം എന്തുകൊണ്ട് കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല എന്ന ചോദ്യത്തിന് വളരെ ക്രിയാത്മകമായ ഒരു ഇടപെടൽ അന്നത്തെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നതാണ് അതിനുള്ള ഉത്തരമായി CPIM പറയുന്നത്. നിലവിൽ അത്തരമൊരു ക്രിയാത്മക ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ വൈദ്യുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന വിമർശനമാണ് പ്രധാനമായും CPIM മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ ഈ വിഷയത്തിൽ അധിക വൈദ്യുതി വാങ്ങുന്നതിലുൾപ്പെടെ നേരത്തെ തന്നെ ഈ സമയത്ത് നമുക്ക് വൈദ്യുതി ഉൽപ്പാദനം കുറയും എന്നുള്ള വിവരങ്ങൾ ഉള്ളതാണ്, അത് അറിയാവുന്ന കാര്യമാണ്. അതിനനുസരിച്ച് വൈദ്യുതി വാങ്ങുന്നതുൾപ്പെടെ ആ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതിൽ വലിയ വീഴ്ച സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് നിലവിൽ വലിയ ഒരു പ്രതിഷേധം CPIMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.